തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് യു.ഡി.എഫിന് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. യു.ഡി.എഫും തൃണമൂൽ കോൺഗ്രസും സഖ്യമായിട്ടായിരിക്കും മലപ്പുറത്ത് മത്സരിക്കുക. ഈ കൂടിച്ചേരലിലൂടെ PV അൻവർ യു.ഡി.എഫിലേക്ക് ചേക്കേറുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായതുമാണ്. ഇതിനു പിന്നാലെ ഇപ്പോൾ PV അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED പരിശോധന നടത്തുകയാണ്. ഒപ്പം PV അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലും മഞ്ചേരി പാർക്കിലും ED റെയ്ഡ് നടത്തുന്നുണ്ട്. യു.ഡി.എഫിനോടുള്ള പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം ഈ റെയ്ഡ് നടക്കുന്നതിനാൽ ഇതിനു പിന്നിൽ സർക്കാരിന്റെ കൈകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇടതു സർക്കാരിന്റെ നയങ്ങൾക്ക് എതിരായിരുന്നു PV അൻവർ. അതുകൊണ്ട് തന്നെയാണ് അൻവർ LDF വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. കൂടാതെ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതും ഇടതു നേതാക്കളെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാം കൂടെ നോക്കുമ്പോൾ സർക്കാരിനെ സംശയ നിഴലിൽ നിർത്തേണ്ടത് തന്നെയാണ്. PV അൻവർ ഒരു രേഖ ഉപയോഗിച്ച് 2 വായ്പകൾ എടുത്തുവെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. രാവിലെ 6:30 ED സംഘം അൻവറിന്റെ വീട്ടിലെത്തി. KFC ലോണുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. 2015 PV അൻവറും സഹായി സിയാദും ചേർന്ന് 12 കോടി രൂപ കടമെടുത്തതെന്ന് ED കണ്ടെത്തി. മതിയായ രേഖകളില്ലാതെയാണ് PV അൻവർ മലപ്പുറത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ലോൺ എടുത്തത്. ആ സമയത്ത് LDF-ലായിരുന്നതിനാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്താണ് വായ്പ എടുത്തതെന്നും ED കണ്ടെത്തി. അതേസമയം മാലാംകുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ 7.50 കോടിയാണ് കടമെടുത്തിരുന്നത്. ഓഹരി ഉടമ എന്ന നിലയിലാണ് സിയാദ് പണം കടമെടുത്തത്. KFC-യിൽ നിന്ന് നേരത്തെ വായ്പ എടുത്തത് മറച്ചുവെച്ചതായും ED കണ്ടെത്തി. PV അൻവറിന്റെ വീട്ടിലെ ഇപ്പോഴത്തെ ഈ റെയ്ഡ് ഒരു രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവയ്ക്കാൻ സാധ്യതയുണ്ട്. ED-യുടെ റെയ്ഡ് നടന്ന സമയവും അതിനോട് കൂടിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് സർക്കാരിന്റെ ഒരു പ്രതികാര നടപടിയാണെന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ പരിശോധന എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.